എന്നോട് ഈയിടയ്ക്ക് കുറെ ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ്, ബ്രോ എനിക്ക് അയാളെ മറക്കാൻ പറ്റുന്നില്ല, ഞാൻ ആകെ ഡിപ്രസ്ഡ് ആണ്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ദർ ഇസ് നോ മാജിക്. അതായത് ഒറ്റയടിക്ക് നമുക്കിത് മാറ്റാൻ പറ്റില്ല. ഒരു മുറിവിന്റെ ആഴം എത്രയാണോ അത്രത്തോളം ടൈം എടുക്കും അത് ഉണങ്ങാൻ. പക്ഷെ അതും പറഞ്ഞ് നമ്മൾ മുറിവിൽ മരുന്ന് വെച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അത് എപ്പോഴും തൊട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പഴുക്കും, അതിന്റെ വേദന കൂടുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ പ്രോബ്ലവും. നമ്മൾ ഒരാളെ മറക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നു, നമ്മൾ എത്രത്തോളം ഫോക്കസ് കൊടുക്കുന്നു, അത്രത്തോളം നമ്മൾ അയാളെ ഓർക്കുകയും ആ വേദനയുടെ സമയം കൂടുതൽ എടുക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളെ ഹാപ്പിയാക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് പതുക്കെ പതുക്കെ എല്ലാ ദിവസവും അത് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ കുറച്ചു നേരം ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതാവും, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നതാവും, ബോഡി ബിൽഡിംഗ് ആകാം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുന്നതാകാം. മനസ്സിലാക്കാൻ നിങ്ങളൊരു സോളോ ട്രിപ്പ് പോയതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ വിഷമം മാറില്ല. പക്ഷെ ഉറപ്പായിട്ടും ഈ വേദന കുറയ്ക്കാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരാളെ മറക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അയാളെ മറക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് മറക്കണം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒരാളെ മറക്കാൻ പറ്റില്ല. ബിക്കോസ് അത് നമ്മുടെ ഓർമ്മ കൂടുതൽ കൂട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാണ്. അവരെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുന്നു, അവരെ ഫോളോ ചെയ്യുന്നു, അവർക്ക് മെസ്സേജ് അയക്കുന്നു, അവരുടെ സ്റ്റാറ്റസ് കാണുന്നു. നമ്മൾ ഇങ്ങനെ ചെയ്യും തോറും അവരെ മറക്കാനുള്ള ടൈം കുറേ എടുക്കും. സോ ഒരു പോയിന്റിൽ നമുക്ക് എങ്ങനെയെങ്കിലും മറന്നേ പറ്റൂ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരായിട്ടുള്ള കോണ്ടാക്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് മറക്കുന്നത് വരെയെങ്കിലും. ഇവിടെ ഞാൻ മറക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അവരെ ഓർക്കുമ്പോഴുള്ള ആ വേദന, ഇമോഷണൽ അറ്റാച്ച്മെന്റ് മാറുന്നത് വരെയെങ്കിലും അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കുക. പറ്റുമെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, അവരെ അൺഫോളോ ചെയ്യണമെങ്കിൽ അൺഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അവരെ സ്റ്റോറീസും പോസ്റ്റും അറ്റ്ലീസ്റ്റ് മ്യൂട്ട് ചെയ്തിടുക. അതിനുശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് നിങ്ങളിലേക്കാണ്. അതായത് നിങ്ങളെ ഹാപ്പിയാക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് കാര്യവും ആയിക്കോട്ടെ, നിങ്ങൾ ഡിപ്രസ്ഡ് ആണ്, നിങ്ങൾ എപ്പോഴും വിഷമിച്ചിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതെനിക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോഴും പലപ്പോഴും നമ്മളിത് മാറ്റാൻ എന്താണ് ചെയ്തേക്കുന്നത് ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. കുറെ ബ്രിക്സ് ഒരുമിച്ച് വെച്ചാണ് ഒരു വീട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും പല തുള്ളി പെരുവെള്ളം എന്ന്. അപ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പ്, അതായത് നിങ്ങൾക്ക് ഒരു ബിൽഡിങ്ങിന് 5ാമത്തെ നിലയിൽ എത്തണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെ നില കടന്നു പോയേ പറ്റും. ഒറ്റയടിക്ക് നമുക്ക് 5ാമത്തെ നിലയിലേക്ക് എത്താൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് നിങ്ങളെ ഹാപ്പി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരാളെ മറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലൈഫ് അടിപൊളിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെ ഹാപ്പിയാക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്. ചില ആൾക്കാർക്ക് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് ഇഷ്ടമായിരിക്കും, ചില ആൾക്കാർക്ക് സിനിമ കാണുന്നതായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ സോളോ ട്രിപ്പ് പോവുക എന്നുള്ളതൊക്കെ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഹാപ്പിയാക്കുന്ന ഈ ചെറിയ കാര്യങ്ങൾ നമ്മളെ ഹീൽ ചെയ്യില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു സോളോ ട്രിപ്പ് പോയതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു സിനിമക്ക് പോയതുകൊണ്ടോ, കുറച്ചു നേരം ഫ്രണ്ട്സിനോട് സംസാരിച്ചതുകൊണ്ടോ ഇത് നിങ്ങളെ ഹീൽ ചെയ്യില്ല. നിങ്ങൾ ഒരാളെ മറക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അയാളെ മറക്കാൻ പറ്റില്ല, അത് നിങ്ങളുടെ വേദനയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റില്ല. അങ്ങനെ ഒരു ഒറ്റയടിക്കുള്ള മാറ്റം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് മാറാൻ പറ്റുന്നില്ല, ഞാൻ കുറേ ട്രൈ ചെയ്തു പക്ഷേ എത്ര വന്നിട്ടും എനിക്ക് വിഷമം മാറുന്നില്ല. അങ്ങനെ ഒറ്റയടിക്ക് വിഷമം മാറില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എടുക്കുന്ന ഈ ചെറിയ ചെറിയ സ്റ്റെപ്പ്, അതായത് നിങ്ങളൊരു സോളോ ട്രിപ്പ് പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തു, നിങ്ങളെ ഹാപ്പിയാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചു, ഇഷ്ടപ്പെട്ട സിനിമ കണ്ടു, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തു, ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പും ആക്ച്വലി നിങ്ങളുടെ ഹീലിങ്ങിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ വേദനയുടെ ആഴം ഇത് കുറയ്ക്കുകയും പതുക്കെ പതുക്കെ നിങ്ങൾ ഒരു ദിവസം ഹാപ്പിയായി മാറുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യാണ്ടിരിക്കുകയാണ്, ഞാൻ വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ ആകെ ഡിപ്രസ്ഡ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഒന്നും ചെയ്യാണ്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എന്താ പറ്റാന്ന് പറഞ്ഞാൽ, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് തോട്ട്സ് കൂടാൻ തുടങ്ങും. അത് മാത്രമല്ല, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ സെറട്ടോണിൻ എന്നുള്ള കെമിക്കലിന്റെ ലെവൽ കുറയാൻ തുടങ്ങും. ഈ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓവർ തിങ്കിങ് വരുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ കെമിക്കൽസിൽ മാറ്റം വരുന്നു. അങ്ങനെ വരുമ്പോൾ ഓവർ തിങ്കിങ് വരുന്നു. അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കും തോറും കുറേ തോട്ട്സ് ഇങ്ങനെ വരാൻ തുടങ്ങും. സോ ഈ സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിഷമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഒറ്റയടിക്ക് നമുക്കിത് മാറാൻ പറ്റില്ല. പക്ഷെ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് നമ്മൾ മാറ്റാൻ നോക്കുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഫോക്കസ് ഒരിക്കലും നമ്മുടെ പ്രോബ്ലംസിലേക്ക് ആവരുത്. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ മറക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ ഫോക്കസ് ഒരിക്കലും ആ വ്യക്തിയിലേക്ക് ആവരുത്. നമ്മളുടെ ഫോക്കസ് എപ്പോഴും നമ്മളിലേക്കായിരിക്കണം. അതായത് ഞാൻ ഹാപ്പി ആവാൻ, എനിക്ക് മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. എപ്പോഴും മനസ്സിലാക്കുക, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും, അതിലൊരു സംശയവുമില്ല. സോ നമ്മൾ ഒരിക്കലും ഒരാളിലേക്ക് ഡിപ്പെൻഡന്റ് ആവരുത്. ഇവിടെ നമ്മൾ ട്രൈ ചെയ്യേണ്ടത്, ആദ്യം ഞാൻ എന്നെ മാറ്റാൻ, എന്റെ വിഷമം മാറ്റാൻ, അല്ലെങ്കിൽ എന്നെ ഹീൽ ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. നമ്മളെ ഹാപ്പി ആയി കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുപാടും പതുക്കെ ഹാപ്പി ആവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് മാത്രമേ കാണൂ, നമ്മൾ അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. സോ ഫസ്റ്റ് തിങ്,
വി നീഡ് ടു ഹീൽ അവർ സെൽസ്. അതിനുവേണ്ടി നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കുക, ഹാപ്പി ആവാൻ നോക്കുക. ഹീൽ ചെയ്തതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അന്ന് നമുക്ക് ഈ പ്രോബ്ലം ക്ലിയർ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഓൾവേസ് കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. ഫസ്റ്റ് ഗിവ് ഇമ്പോർട്ടൻസ് ടു യുവർ സെൽഫ്. യുവർ സെൽഫ് കെയർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ പറ്റും. സോ ട്രസ്റ്റ് മീ, പതുക്കെ പതുക്കെ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് നിങ്ങളെ ഹീൽ ചെയ്യാൻ നോക്കുക. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ തന്നെ ധാരാളം വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. താങ്ക് യു സോ മച്ച്.